ഓവർ 2 മില്യൺ ബേബീസ് ആണ് IVF-ലൂടെ ഓരോ വർഷം ജനിക്കുന്നത്. ഒരു നോർമൽ കൺസീവ് ചെയ്യുന്നതും ഒരു IVF പ്രോസസ്സിലൂടെ കൺസീവ് ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒരു ചെറിയ കഥയിലൂടെ പറഞ്ഞുതരാം. ഫുൾ നോർമൽ പ്രോസസ്സിനെ ഒരു സ്വയംവര എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തേ. സ്വയംവരയിൽ എന്താ സംഭവിക്കുന്നത്? ബ്രൈഡിന്റെ പാർട്ട്ണറിനെ ചൂസ് ചെയ്യുന്നു. അതേമാതിരി തന്നെ എഗ് സ്പേമിനെ ചൂസ് ചെയ്യാൻ കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അതിൽ സ്പേമിന് അത്യാവശ്യം മാരത്തോൺ ഓടാനുള്ള എനർജി വേണം, വിച്ച് ഇൻഡിക്കേറ്റ്സ് സ്പേം മോട്ടിലിറ്റി. ഇത് കൂടാണ്ട് അത്യാവശ്യം നല്ല ഭംഗിയും വേണം, വിച്ച് ഇൻഡിക്കേറ്റ്സ് സ്പേം മോർഫോളജി. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ എഗ്ഗും സ്പേമും തമ്മിലുള്ള മീറ്റിംഗ് ഫിക്സ് ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു മീറ്റിംഗിലൂടെയാണ് നമുക്കൊരു ബേബീനെ കിട്ടുന്നത്. അപ്പൊ എന്തുകൊണ്ട് ചില കേസിൽ നമുക്കത് സാധിക്കാത്തത്? അപ്പൊ ഇതിന് രണ്ടുപേരുടെ കയ്യിലും പ്രശ്നങ്ങൾ വരാം. സ്പേമിന്റെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒന്നും അറ്റൈൻ ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാം. എഗ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങൾ വരാം. ഇവിടെയാണ് IVF എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നത്. അപ്പൊ നമുക്ക് IVF പ്രോസസ്സ് ഒരു സമൂഹ വിവാഹം മാതിരി നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. സമൂഹ വിവാഹത്തില് ഒരു മണ്ഡപത്തില് അറ്റ് എ ടൈം കുറെ കപ്പിൾസിനെ യുണൈറ്റ് ചെയ്യുന്നു. അപ്പൊ സെയിം വേ IVF ലാബ് എന്ന് പറഞ്ഞ മണ്ഡപത്തില് ഒരുമിച്ച് കുറെ യൂണിയൻ നടക്കുന്നു. ഈ യൂണിയന്റെ പിന്നിൽ ഒരു ടീം ഓഫ് ഓർഗനൈസേഴ്സ് ഉണ്ട്. ഇതില് മാച്ച് മേക്കർ എംബ്രിയോളജിസ്റ്റ് ആണ് സ്പേമിനെ ചൂസ് ചെയ്തിട്ട് എഗ്ഗുമായിട്ട് യുണൈറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ വരുന്ന എംബ്രിയോസിനെയാണ് നമ്മുടെ IVF ലാബിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഈ പ്രോസസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ?